Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Bhagavate Vasudevaya. Hare Krishna. Bhagavad Gita Yatharupam അധ്യായം 15 പുരുഷോത്തമയോഗം ശ്ലോകം 9, 10, 11. ശ്ലോകം 9. ശ്രോത്രം ചക്ഷു സ്പർശനം രസനം ഘ്രാണമേവ അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഹരേ കൃഷ്ണ. രേഖമാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. പദവിച്ഛേദം. അയം ഇവൻ ജീവാത്മാവ് മന അധിഷ്ഠായ മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശ്രോത്രം ശ്രോത്രത്തെയും ചക്ഷുഷു ചക്ഷുവിനെയും സ്പർശനം സ്പർശനത്തെയും രസനം രസനേന്ദ്രിയത്തെയും ഘ്രാണം ഏവച ഘ്രാണത്തെയും നാസികയെയും ഉപയോഗിച്ച് വിഷയാൻ വിഷയങ്ങളെ ഉപസേവതേച്ച സേവിക്കുകയും ചെയ്യുന്നു. വിവർത്തനം. ഇപ്രകാരം മറ്റു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങി 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാക്ക്, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. ജീവസത്ത തന്റെ ബോധത്തിൽ പൂച്ചയ്ക്കോ നായയ്ക്കോ അനുയോജ്യമായ സ്വഭാവ വിശേഷങ്ങളെ കൂട്ടിക്കലർത്തുന്നുവെങ്കിൽ വരുന്ന ജന്മത്തിൽ പൂച്ചയുടെയോ നായയുടെയോ ശരീരമായിരിക്കും കിട്ടുന്നത്. അതിനെ ആസ്വദിക്കുകയും ചെയ്യും. അവബോധം സ്വതേ വെള്ളം പോലെ വിശുദ്ധമാണ്. എന്നാൽ ഏതെങ്കിലും നിറം ചേർത്താൽ വെള്ളം പോലെ ആ നിറത്തിലാകുന്നു. അങ്ങനെ തന്നെ ജീവാത്മാവ് വിശുദ്ധമാകയാൽ അവബോധവും വിശുദ്ധമായിരിക്കും. ഭൗതിക ഗുണങ്ങളുടെ സമ്പർക്കത്തിലാണ് അവബോധത്തിന് മാറ്റം വരുന്നത്. യഥാർത്ഥ ബോധം കൃഷ്ണാവബോധമാണ്. കൃഷ്ണാവബോധസ്ഥനായ ഭക്തന്റെ ജീവിതം വിശുദ്ധമാണ്. ഏതെങ്കിലും ഭൗതിക ചിന്തകൾ കൊണ്ട് അവബോധം കലുഷിതമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായ ശരീരമാണ് കിട്ടുക. മനുഷ്യ ശരീരം തന്നെയാകണമെന്നില്ല. പൂച്ചയോ നായയോ പന്നിയോ ദേവതയോ അല്ലെങ്കിൽ 84 ലക്ഷം വിധത്തിലുള്ള ജീവികളിൽ ഏതെങ്കിലും ഒന്ന് ആയി പിറന്നേക്കാം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 10. ഉത്ക്രാമണ്ഡം സ്ഥിതം ഭൂഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢം ന പശ്യന്തി ജ്ഞാനചക്ഷുഷാ. ഉത്ക്രാമന്തം സ്ഥിതം വാപി
भुञ्जानं गुणान्वितं विमूढा नानुपश्यन्ति पश्यन्ति ज्ञानचक्षुषा उत्क्रामन्तं स्थितं वापि ज्ञानं वा गुणान्वितं विमूढा न अनुपश्यन्ति पश्यन्ति ज्ञानचक्षुषा उत्क्रामन्तं स्थितं वापि ज्ञानं वा गुणान्वितं विमूढा न अनुपश्यन्ति पश्यन्ति ज्ञानचक्षुषः हरे कृष्ण निशमा जी हरे कृष्ण उत्क्रामन्तं सिदं वापि पुञ्जानं वा गुणान्वितं विमूढान अनुपश्यन्ति पश्यन्ति ജ്ഞാനചക്ഷുഷഃ പദാനുപദാർത്ഥം ഉത്ക്രാമന്തം ദേഹം ത്യജിച്ചു പോകുന്നതായോ സ്ഥിതം അഭി വാ സ്ഥിതി ചെയ്യുന്നതായോ ഭുഞ്ചാനം വാ ഭോഗങ്ങൾ ഭുജിക്കുന്നതോ ഗുണാന്വിതം വാ ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നതോ ആയ അയം ഇവനെ വിമൂഢ മൂഢന്മാർ ന അനുപശ്യന്തി ദർശിക്കുന്നില്ല ജ്ഞാനചക്ഷുഷ ജ്ഞാനചക്ഷുസുകൾ പശ്യന്തി കാണുന്നു. വിവർത്തനം. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ചനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്ക് അറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. വിവർത്തനം വായിക്കാം. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ചനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്ക് അറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജ്ഞാനചക്ഷുഷ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു ജീവൻ തന്റെ ശരീരം വിട്ടു പോകുന്നത് എങ്ങനെയെന്നോ വരും പിറപ്പിൽ ഏതൊരാകൃതിയിൽ ജനിക്കുമെന്നോ എന്തുകൊണ്ടാണ് ഇന്നത്തെ ശരീരത്തിൽ ജീവിക്കാൻ ഇടയായതെന്നോ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് അറിയാൻ കഴിയില്ല. ഭഗവത്ഗീതയും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ച വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയ മഹത്തായ ജ്ഞാനം ഇതിനാവശ്യമാണ്. ഇതെല്ലാം കണ്ടറിയാൻ ശീലിച്ചവർ ഭാഗ്യവാന്മാർ തന്നെ. ഓരോ ജീവനും പ്രത്യേകം ചില പരിതസ്ഥിതികളിൽ ദേഹം ത്യജിക്കുന്നു, ചില പരിതസ്ഥിതികളിൽ ജീവിക്കുന്നു. പ്രകൃതി ഗുണങ്ങൾ കടിമപ്പെട്ട് ചില പരിതസ്ഥിതികളിൽ സുഖിക്കുന്നു. ഫലമോ ഇന്ദ്രിയ ഭോഗങ്ങളെന്ന വ്യാമോഹത്തോടെ നാനാവിധ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രം. എന്നെന്നും കാമലോഭങ്ങൾ അടിമപ്പെട്ടവർക്ക് തങ്ങളുടെ ശരീരങ്ങൾ മാറുന്നു എന്നതോ ഒരു പ്രത്യേക ശരീരത്തിൽ ജീവിക്കുന്നു എന്നത് തന്നെയോ അറിയാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിവില്ല. ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്കാകട്ടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവെന്നും അത് ശരീരങ്ങൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും പലതരത്തിൽ ആസ്വദിക്കുന്നുവെന്നും കണ്ടറിയാം. ബദ്ധനായ ജീവസത്തയ്ക്ക് ഭൗതികമായ അസ്തിത്വത്തിൽ എത്രമാത്രം ക്ലേശം അനുഭവപ്പെടുന്നുവെന്ന് അത്തരമൊരു ജ്ഞാനിക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് കൃഷ്ണാവബോധം പൂർണ്ണമായി വികസിപ്പിച്ചവർ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നത്. എത്ര ക്ലേശകരമാണ് ഈ ബദ്ധമായ ജീവിതം! ജനങ്ങൾ അത് ഉപേക്ഷിച്ചു പോന്ന് കൃഷ്ണാവബോധം വളർത്തുകയും ആധ്യാത്മിക ലോകം പോകാൻ വേണ്ടി സ്വയം മുക്തനാവുകയും വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 11. യദന്ത യോഗിന പശ്യന്തി ആത്മന്യവസ്ഥിതം. യദന്ത അപി അകൃതാത്മന ന ഏനം പശ്യന്തി ചേതസാ. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം
പശ്യന്ത്യാത്മാനവസ്ഥിതം യദന്തോ അഭികൃതാത്മാനോ യദന്തോ അഭികൃതാത്മാനോ നൈനം പശ്യന്ത്യ ചേതസ നൈനം പശ്യന്ത്യ ചേതസാ യദന്തോ യോഗിനശ്ചൈനം യദന്തോ യോഗിനശ്ചൈനം യോഗിനശ്ചൈനം പശ്യന്ത്യാത്മാന്യവസ്ഥിതം പശ്യന്ത്യാത്മാനവസ്ഥിതം യദന്തോ അഭികൃതാത്മാനോ യദന്തോ അഭികൃതാത്മാനോ നൈനം പശ്യന്തി ചേതസ നൈനം പശ്യന്തി ചേതസാ യദന്തോ യോഗിനശ്ചൈനം യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മാന്യവസ്ഥിതം പശ്യന്ത്യാത്മാനവസ്ഥിതം യദന്തോ അഭികൃതാത്മാനോ യദന്തോ അഭികൃതാത്മാനോ നൈനം പശ്യന്ത്യ ചേതസ നൈനം പശ്യന്ത്യ ചേതസാ ഹരേ കൃഷ്ണ. ശ്രീനിമാജി. ശ്രീനിമാലജി അജി മ്യൂട്ടാണ്. യദന്തോ യോഗിനശ്ചന്യം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത ചേതസാ. പ്രധാന പദാർത്ഥം യദന്ത യത്നിക്കുന്നവരായ, യോഗിന യോഗികൾ, ഏനം ഇതിനെ, ആത്മനി ആത്മാവിൽ, അവസ്ഥിതം അവസ്ഥിതനായിട്ട്, പശ്യന്തി കാണുന്നു, അകൃതാത്മന ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരായ, അചേതസ മന്ദബുദ്ധികൾ, യദന്ത അഭി യത്നിച്ചാലും, ഏനം ഇത്, ന പശ്യന്തി കാണുന്നില്ല. വിവർത്തനം ആത്മസാക്ഷാത്കാരം ലഭിച്ച എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ചെയ്യും. ആധ്യാത്മികമായ ആത്മസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന അതീന്ദ്രിയവാദികൾ അനേകമുണ്ട്. എന്നാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത ഒരാൾക്കും ജീവാത്മാവിന് ശാരീരികമായി വരുന്ന മാറ്റങ്ങളിൽ തികച്ചും അറിയാനാവില്ല. ഇവിടെ യോഗിന എന്ന പദത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികൾ എന്ന് പറയുന്നവർ പലരുമുണ്ട്. യോഗികളിൽ എന്നറിയപ്പെടുന്ന സംഘടനകളും ഏറെയുണ്ട്. ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരും മന്ദതയിൽ തന്നെ. ചില കായിക വ്യായാമങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടർക്ക് ദേഹദാർഢ്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ തൃപ്തിയായി. മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് അറിഞ്ഞുകൂടാ. യഥന്തോപ്യകൃതാത്മാന എന്നതിന്റെ പ്രത്യക്ഷോദാഹരണങ്ങളാണിവ. ഒരു പ്രത്യേക യോഗ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരുമാണ് ഇത്തരക്കാർക്ക് ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. യോഗ്യതയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പരമപുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക്, ഭക്തിയോഗികൾക്ക്, അതായത് കൃഷ്ണാബോധത്തോടെയുള്ള വിശുദ്ധ ഭക്തി ഉത്സവത്തിൽ ഒഴുകിയവർക്ക് മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഭയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിധം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗ വിരുദ്ധാഭ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംഭോധേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദ നാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭാവ ഭൂമേസ്തം നിർദ്ദേശ സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ
Echai Gosayir Kori Charanavandan Jaha Hoide Vigna Nasha Abhishta Purin Vanja Kalpadara Bresha Kriba Sindhubi Evaja Paridanam Pavanebhyo Vaishnavebhyo Namo Nama Namo Mahavadanyaya Krishna Prema Pradayade Krishnaya Krishna Chaitanya Namne Gavaratishe Nama Panchatattvatmakam Krishnam Bhakta Rupaswarupakam Bhaktavadaram Bhaktakyam Namami Bhakta Shaktikam He Krishna Karuna Sindhu Dina Bandhu Jagatpade Gopesha Gopika Kanda Radha Kanda Namostude Vedam Sirdo Pango Mama Mandamadirgadi Atsarva Swadam Bhojo Radha Madina Mohana Divya Vrindaranya Kalpa Drumada Srimad Sri Ratnaghar Simhasanastu Srimad Radhashila Govinda Devo Preshtalibhi Sedyamano Srimad Vamshi Vadatarasda Karshan Venusamir Gobi Gobinada Siyostuna Taptakanjana Gaurangi Radhi Vrindavaneshwari Shamanasude Devi Pranamami Hari Priye Jaya Sri Krishna Chaitanya Prabhu Nityananda Shri Abdul Gadadhara Shivasadi Gavara Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സമസ്ത വൈഷ്ണവരോടും ഒരേ പ്രാർത്ഥനയാണ്. ഈ സേവയിൽ എന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റോ അവിവേകമോ ഉണ്ടായാൽ ബദ്ധ ജീവാത്മാവെന്ന കാരണത്താൽ സാധനം എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സംഘത്തിൽ കൂടി ഭക്തന്മാർക്ക് എന്തെങ്കിലും ജ്ഞാനം ആർജിക്കാൻ കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മുടെ ശിക്ഷാഗുരു സത്യവ്രത പ്രഭുവിന്റെയും ഇസ്കോൺ സ്ഥാപകനും ആചാര്യനും അവിടുത്തെ ദീക്ഷാഗുരുവുമായ ശ്രീ എ സി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭാത് മഹാരാജാവിന്റെയും കൃപ കൊണ്ട് മാത്രമാണ്. എന്റെ യാതൊരു കഴിയുമല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 9. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി ശരീരം അതായത് വായു ഗന്ധത്തെ എങ്ങനെയാണോ വഹിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങൾ എങ്ങനെ എന്ന പോലെ ജീവിതസങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാല് പൂർവ്വജന്മത്തിലെ പഴയ ജന്മത്തിലെ കർമ്മങ്ങളുടെ അനുസരിച്ചാണ് നമുക്ക് അടുത്ത ജന്മത്തിലുള്ള ശരീരം കിട്ടുന്നത് എന്നാണ് ആ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലായത്. അതെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഗുണമായിരിക്കും ഇനി വരുന്ന ജന്മത്തിന്റെ കിട്ടുന്ന ശരീരം എങ്ങനെ ഇരിക്കും എന്ന് തീർച്ചയാക്കുന്നത് ഈ ജന്മത്തിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശരീരം അത് കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമനുസരിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ കാറ്റ് എങ്ങനെയാണോ ഗന്ധങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ തന്റെ ആഗ്രഹങ്ങളെയും തന്റെ എന്താ പറയാ മനസ്സിനെയും ആഗ്രഹങ്ങളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ട് ആ ശരീരം വിടുന്ന ജീവാത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പൊ അടുത്ത ശരീരം കിട്ടുമ്പോൾ ആ കഴിഞ്ഞ ജന്മത്തിനുള്ള ക്വാളിറ്റീസുകൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊക്കെ വാസനകൾ നമ്മുടെ എന്തെല്ലാം വാസനകളുണ്ട് അതെല്ലാം അടുത്ത ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആവും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 9ാം ശ്ലോകത്തില് അതായത് ജീവസത്ത തന്റെ ബോധത്തിൽ പൂച്ചയ്ക്കോ നായ്ക്കോ അനുയോജ്യമായ സ്വഭാവവിശേഷങ്ങളെ കൂട്ടിക്കലർത്തുന്നുവെങ്കിൽ വരുന്ന ജന്മത്തിൽ പൂച്ചയുടെയും നായുടെയും ശരീരമായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് 8ാമത്തെ അധ്യായത്തില് ഒരു ശ്ലോകം ഉണ്ട്. എന്താ പറയാ, യം വാപി സ്മരൻ ഭാവം തജന്ത്യന്തേ കളേവരം തം തമേവൈരി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. അപ്പോ നമ്മുടെ അവബോധം എങ്ങനെയാണോ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പോ ചെറുപ്പകാലങ്ങൾ മുതലേ നമ്മള് ഈശ്വര സേവയൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങളിൽ പെട്ട് നമ്മൾ അതേ രീതിയിൽ ജീവിച്ചു പോരുമ്പോൾ മരണസമയത്ത് ആ ചിന്തകൾ തന്നെയായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. കൂടുതലും നമുക്ക് ആധ്യാത്മികയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭൗതിക വിഷയങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വികാരങ്ങളാണ് നമുക്ക് മരണസമയത്ത് അതാണ് നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുക, അതാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതേസമയം നമ്മൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആ കൃഷ്ണനാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിട്ടാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ
കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരണവേളയിലും നമുക്ക് അത് ഓർക്കാൻ സാധിക്കും. അങ്ങനെ ഓർക്കുകയാണെച്ചാൽ നമുക്ക് നല്ല ശരീരം കിട്ടും. അതല്ല നമ്മളെ ചിന്ത അവബോധം ഈ രീതിയിലാണ്, മറ്റുള്ള വിഷയങ്ങളിലാണ്, അല്ലെങ്കിൽ ഓരോരോ ജന്തുക്കളിലാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുള്ള നമ്മൾ മൃഗങ്ങളെ വളർത്താതൊക്കെ ഉണ്ട്, ആ മൃഗങ്ങളെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ബോധത്തിൽ എന്താണോ ആള് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ആളുടെ മരണസമയത്തും ആള് തിരിച്ചു പോകുമ്പോ ആ ആത്മാവ് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. അപ്പൊ ഉചിതമായി നമുക്ക് നല്ല രീതിയിൽ മരിക്കുന്നതിന് വേണ്ടി അപ്പൊ എന്ത് വഴിയിൽ കൂടി നമുക്ക് ആ ഭഗവാനെ വിചാരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. നമുക്ക് എത്താൻ എങ്ങനെ നമ്മുടെ ആ ശരീരത്തിനെ അല്ലെങ്കിൽ ആത്മാവിനെ നമ്മൾ എങ്ങനെ ആ നല്ല അതീന്ദ്രിയത്തിൽ എത്തിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മളെ അവബോധത്തിനെ ശുദ്ധാക്കണം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് അവബോധം സ്വതേ വെള്ളം പോലെ വിശുദ്ധമാണ്. നമ്മളെ എല്ലാവരുടെയും എല്ലാ ജീവാത്മാവിന്റെയും അവബോധം വളരെ ശുദ്ധമാണ്. ഭൗതിക ലോകത്തിൽ വന്നുകൊണ്ട് ഗുണങ്ങൾ പെട്ടത് കൊണ്ട് അതിന് മാലിന്യം വന്നുപെട്ടു. അപ്പൊ അവബോധത്തില് നമ്മൾ ചെറിയ ഒരു കളർ ചേർക്കാം അല്ലെ? നമുക്ക് ആ കളർ ചേർക്കുമ്പോൾ, നിറം ചേർക്കുമ്പോൾ ആ വെള്ളം, അതായത് വെള്ളത്തിൽ നിറം ചേർക്കുമ്പോൾ മുഴുവൻ ആ വെള്ളവും ആ കളറായി മാറണം. എന്ത് നിറാണോ ചേർത്ത് അതിലേക്കായിട്ട് ആ വെള്ളം മാറുന്നത് പോലെയാണ് ശുദ്ധമായ അവബോധം. ആ വെള്ളം പോലെ ശുദ്ധമായ, അതായത് നിർമ്മലത്വാദം എന്ന് പറഞ്ഞല്ലോ, ശുദ്ധമായ ആ സത്വത്തിന്റെ ഒരു രൂപം നിർമ്മലത്വാദം എന്ന് പറഞ്ഞല്ലോ. ആ മാലിന്യം മുക്തമായി, മാലിന്യം ഇല്ലാതിരിക്കുന്ന ആ അവബോധത്തിലേക്ക് നമ്മൾക്ക് ഈ ഒരു തുള്ളി ഈ മാലിന്യം ചേരുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ മാലിന്യം ചേരുമ്പോഴേക്കും ആ അവബോധം പൂർണ്ണമായിട്ടും അത് മലിനപ്പെട്ടു പോകും. അപ്പൊ ആ അവബോധത്തിന് നമ്മൾ ശുദ്ധമാക്കി എടുത്താലാണ് നമുക്ക് ശുദ്ധമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മലിനപ്പെട്ടിരിക്കുന്ന ആ അവബോധത്തിനെ ശുദ്ധമാക്കി കൊണ്ടുവരികയാണെന്നാണ് നമുക്ക് ആ മരണവേളയിൽ നമുക്ക് ആ ഓർമ്മ ഉണ്ടാവുക. അതായത് ആ അതീന്ദ്രിയതയിൽ ആ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ, ഭഗവാന്റെ നാമങ്ങൾ ഉരുടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവബോധത്തിനെ ശുദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അവബോധം എങ്ങനെ ശുദ്ധമാക്കാൻ പറ്റും? ഇപ്പൊ വെള്ളത്തിൽ ഒരു തുള്ളി കളറിട്ടപ്പോൾ, നിറം ചേർത്തപ്പോൾ ആ വെള്ളം മുഴുവൻ ആ നിറത്തിലായി മാറിയാൽ അതിനെ വീണ്ടും ആ വെള്ളത്തിൽ തിരിച്ചും അവർക്ക് ആക്കണമെങ്കിൽ അതുപോലെ അതിലേക്ക് കൂടുതൽ എന്ത് ചേർക്കണം? വെള്ളം ചേർക്കണം. ആ വെള്ളം ചേർക്കുമ്പോൾ, കൂടുതൽ വെള്ളം ചേർത്ത് വരുമ്പോൾ ആ നിറത്തിന്റെ കുറവ്, നിറം അലിഞ്ഞ നിറം ഇല്ലാതെയായിട്ട് പ്യുവർ വെള്ളത്തിലേക്ക്, പഴയ വെള്ളത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റും. അതുപോലെയാണ് ആ അവബോധത്തിലേക്ക് വീണ്ടും നമ്മൾ സത്വ ഗുണമുള്ള സംബന്ധമായ, അത് അതീന്ദ്രിയ തലത്തിലുള്ള കൃഷ്ണാവബോധത്തിലോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അവബോധം ശുദ്ധമാവുകയും അങ്ങനെ നമുക്ക് ആ മരണവേളയിൽ നമുക്ക് പുതിയ ശരീരം, അതെ മരണ സമയത്തും ആ ജീവൻ ശരീരം വിട്ടു പോകുമ്പോൾ പുതിയ ശരീരം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ, അതായത് ആ അവബോധത്തിനെ നമ്മൾ പ്യുവറാക്കിയിട്ട് മലിനത്തിൽ നിന്നും അതിനെ ശുദ്ധതയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ മരണവേളയിൽ നമുക്ക് അടുത്ത ശരീരം കിട്ടാൻ പോണ സമയത്ത് നമുക്ക് അത് പടിപടിയായിട്ട് ചെയ്യണത്. ഒരു നാള് നമുക്ക് പെട്ടെന്ന് എന്നാണ് നമ്മൾ മരിക്കുക നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നാണ് നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം നഷ്ടപ്പെടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നിരന്തരമായ ആ പ്രവർത്തനത്തോടുകൂടി, അതായത് എന്നും നിത്യാഭ്യാസി മലജോഗം പറയുന്നത് എന്നും അത് ചെയ്യുന്ന ആ ഒരു ദിനചര്യയായിട്ട് മാറ്റിക്കൊണ്ട് പോയാൽ തന്നെയാണ് നമുക്ക് ആ സമയത്തും അതേ ചിന്തകൾ ഉണ്ടാവുള്ളൂ. ഒരു പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇത് പറയാം, അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞാൽ പോരെ, മരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പോരെ, നമുക്ക് അതിനുള്ള ഓർമ്മയോ അല്ലെങ്കിൽ ഇതും നമുക്ക് ജ്ഞാനം ഉണ്ടാവില്ല. നമുക്ക് അത് നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് അവബോധത്തിനെ ശുദ്ധമാക്കാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ ആ ഇത് എന്താ പറയാ, മരണസമയത്ത് അപ്പോ അവബോധം ശുദ്ധമാക്കിയാലാണ് നമുക്ക് പുതിയ ഒരു ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ ശരീരം വിട്ടുപോകുന്ന ജീവാത്മാവിന് പുതിയൊരു ശരീരത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ശരീരത്തിലും കിട്ടുന്ന ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൗതികതയിൽ ജനിക്കില്ല, പിന്നെ നമ്മൾ ആധ്യാത്മികയിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ അവബോധത്തിനെ നമ്മൾ ശുദ്ധമാക്കി തീരും. ജീവാത്മ വിശുദ്ധമാക്കിയാൽ അവബോധം വിശുദ്ധമായിരിക്കും. അങ്ങനെ ആ ജീവാത്മാവ് വിശുദ്ധമായതിന് പിന്നെ തന്റെ ആ അവബോധം ശുദ്ധമായി. ഭൗതിക ഗുണങ്ങളുടെ സമ്പർക്കത്തിലാണ് അവബോധത്തിന് മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തുള്ള ഗുണങ്ങളെ നമുക്കറിയാം, അതൊക്കെ നീ പറയാനുള്ള ഇതില്ല, അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവബോധം ശുദ്ധമായ ആ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ അവബോധം ശുദ്ധമാവും. കൃഷ്ണാവബോധസ്ഥനായ ഭക്തന്റെ ജീവിതം വിശുദ്ധമാണ്. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേർന്നാൽ ആ ഭക്തൻ പ്യുവറായി ആ ഭക്തന് ആ മാലിന്യം നീങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത് വിശുദ്ധമായി കഴിഞ്ഞു. ഏതെങ്കിലും ഭൗതിക ചിന്തകൾ കൊണ്ട് അവബോധം കലുഷിതമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായ ശരീരം കിട്ടും. അതാണ് വീണ്ടും പറയുന്നത്. അപ്പൊ മനസ്സിനെ ആ അവബോധത്തിനെ നമ്മൾ ശുദ്ധമാക്കി കൊണ്ടുവരിക എന്നുള്ള. അപ്പൊ അതിന് ഈ സ്ത്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച്ച അധിഷ്ഠായ മനഃശായം വിഷയാനുപസേവത, അങ്ങനെ ആ മനസ്സിന് അധിഷ്ഠിതമായ ഇന്ദ്രിയങ്ങൾ. അപ്പൊ പുതിയ ശരീരത്തിൽ എന്താ, പുതിയ ഇന്ദ്രിയങ്ങൾ, ആ പുതിയ ഇന്ദ്രിയങ്ങളെ കൊണ്ട്
കിട്ടിക്കഴിഞ്ഞു, അത് എന്താ പഞ്ചേന്ദ്രിയങ്ങളെ കിട്ടി, അതിൽ കൂടി ആള് ആ എന്താ പറയാ വിഷയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളെ സേവിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ കിട്ടിയ ശരീരത്തില് തൻ്റെ ആ പഴയ കാലത്തെ ആ എന്താ പറയാ എന്താ പറയുക മനസ്സും ഇന്ദ്രിയങ്ങളും പുതിയ ശരീരത്തിലേക്ക് വന്നു. അതിൻ്റെ ഇഷ്ടമായി ആ രീതിയിലുള്ള ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സുഖിക്കാൻ വീണ്ടും അവിടെ സേവിക്കുകയാണ്. തൻ്റെ വിഷയങ്ങളെയാണ് സേവിക്കുന്നത്, അല്ലെ ഭഗവാനെ സേവിക്കാൻ അവിടെ തോന്നിയിട്ടില്ല. അപ്പോഴും തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കും. അവിടെ ഇരുന്നു കൊണ്ട് പുതിയ ശരീരം, ഏത് ശരീരമായാലും വിരോധില്ല. ഇപ്പൊ നായയോ പട്ടിയോ പൂച്ചയോ പന്നിയോ എന്തായാലും, പന്നിയുടെ സ്വഭാവം കാണിക്കും, നായയുടെ സ്വഭാവം കാണിക്കും. പക്ഷെ എന്നിരുന്നാലും ആ പുതിയ ശരീരത്തിലിരുന്ന് വീണ്ടും ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് വീണ്ടും ഈ ഭൗതികതയിലേക്ക് തന്നെ തിരിച്ച് ജന്മമൃത്യു ജരാവ്യാധികളോടുകൂടി ഇരിക്കത്തക്കവണ്ണം വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന് പിറക്കേണ്ടതായിട്ട് വരും. കൃഷ്ണാബോധം കിട്ടുകയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ അവബോധം വളർത്തി സദാസമയവും കൃഷ്ണാബോധത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതീന്ദ്രിയ തലത്തിലേക്ക് ഉയരാനും ഭഗവാന്റെ ആ ഭൗതിക ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. അപ്പോൾ ആ ജീവാത്മാവിനെ പൂർവ്വകാല കർമ്മങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് അടുത്ത ജന്മത്തിലും അനുഭവിക്കേണ്ടി ഏറ്റുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണം പോലെ ഇരിക്കും അടുത്ത ജന്മത്തിന്റെ നമ്മുടെ ഭാവി. അടുത്ത ജന്മം അത് ഏത് ശരീരത്തിലാണെങ്കിലും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് അടുത്തൊരു ജന്മം എടുക്കാതിരിക്കത്തക്ക വണ്ണം എന്നാണ് നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആതീന്ദ്രിയ തലത്തിലേക്കും ഭഗവാന്റെ ആ ഗോലോക വൃന്ദാവനത്തിലേക്കും എത്താനുള്ള പ്രയത്നത്തിൽ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രമൊക്കെ ചൊല്ലി ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്താ പൂച്ചയോ നായോ പന്നിയോ അല്ലെങ്കിൽ ദേവതയാവുന്നു. കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ നമ്മൾ എന്താണ് ചിന്തിച്ചിരിക്കുക. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് കൃഷ്ണാബോധം വളർത്തി പോകുന്ന ഒരാൾക്ക് ആധ്യാത്മിക ലോകത്തിലുള്ള കൃഷ്ണലോകം പ്രാപിച്ച് ഭഗവാന്റെ സഹചാരിയാവാം, അങ്ങനെയും പറയണം. അപ്പൊ അത്രയും ആ തലത്ത് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ അവബോധം അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ വളർത്തിയെടുക്കുന്ന അവബോധത്തിന്റെ ഗുണം പോലെ ഇരിക്കും നമ്മൾക്ക് അടുത്ത് കിട്ടാൻ പോകുന്ന ശരീരം എന്നാണ് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത എന്താ? ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭൂംജാനാവ ഗുണാനിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഇനിയിപ്പോ ഇത് ഇങ്ങനെ മനസ്സിലായി, അതാണ് എങ്ങനെയാണ് നമുക്ക് അടുത്ത ശരീരം കിട്ടുക, അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് ആർക്ക് മനസ്സിലാവും? ജ്ഞാനചക്ഷുഷ, നല്ല ജ്ഞാനം ആർജിച്ചവന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല. എല്ലാവരും ഭക്തി മാർഗത്തിൽ കൂടി വരുന്നുണ്ട്, എല്ലാവർക്കും ഭഗവാനെ സേവിക്കുന്നുണ്ട്. പക്ഷെ ശരിയായ ജ്ഞാനം ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതൊരു ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്കറിയില്ല. അപ്പൊ അവരെയാണ് ഈ മൂഢന്മാരെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ എന്താ ജനിച്ചു ജീവിക്കുന്നു, തന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് രജഗുണമായാലും തമോ ഗുണത്തിൽ കൂടുതൽ, രജഗുണം തമോ ഗുണത്തിൽ കൂടുതൽ നിന്നുകൊണ്ട് അവർ തന്റെ ആഗ്രഹങ്ങളും ഇംഗിതങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്നു. താൻ എങ്ങനെയാണ് ഈ ശരീരത്തിൽ, താൻ ആരാണെന്ന് പോലും അറിയില്ല. ഈ ശരീരമാണ് ഞാനെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. താൻ എന്താ പറയാ അഭിമാനവും തന്റെ ഞാനെന്ന ഭാവവും അല്ലെങ്കിൽ എന്നെക്കാട്ടും മുകളിൽ ആരില്ല എന്നുള്ളൊരു ചിന്താഗതിയും അങ്ങനെയുള്ള രീതിയിൽ വളരുന്ന ആൾക്കാർക്ക് ഈ ജീവൻ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവാത്മാവിൽ ഉള്ളിലുണ്ടെന്നും ആ ജീവാത്മാവ് ഒരു നാൾ മരിച്ച ഈ ശരീരമാണ് നശിക്കുന്നത്, ജീവൻ പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഈ വക രീതിയിലുള്ള യാതൊരു നോളജും അറിവുകളും ഒരാൾക്കും അങ്ങനെ ഇല്ലാത്തവരെയാണ് ഇവിടെ മൂഢന്മാരെന്ന് പറയുന്നത്. അത് ആ അറിവ് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അറിയണമെങ്കിൽ അങ്ങനെയുള്ള അകക്കണ്ണ്, ജ്ഞാനചക്ഷുഷ എന്ന് പറയുന്നത് അകക്കണ്ണ് തുറക്കുന്നതാണ്. ഈ ബോധം, ഈ അറിവുകളൊക്കെ മനസ്സിലാക്കി താൻ ആധ്യാത്മിക ലോകത്തിൽ നിന്നും ഭൗതിക ലോകത്തിൽ വന്നു പെട്ടതാണെന്നും എനിക്ക് തിരിച്ചു പോകേണ്ടതാണെന്നും തൻ്റെ ലക്ഷ്യം പരമപദം, ആ ഭഗവാന്റെ പരമപദമാണെന്ന് ആ 4-ാം ശ്ലോകത്തിൽ പറഞ്ഞ പരമപദം, ആ പദം പറഞ്ഞല്ലോ, ആ പരമപദമാണ് തൻ്റെ ലക്ഷ്യമെന്നും ഒക്കെ ആർക്കാണോ മനസ്സിലാക്കുന്നതെന്ന് അവൻ്റെയാണ് അകക്കണ്ണ് തുറന്ന്, അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാണ് ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ജ്ഞാനചക്ഷുഷ എന്ന് പറയാൻ ഇവിടെ ഈ വാക്കുയുടെ ശ്രദ്ധേയമാണ്. ഒരു ജീവൻ തന്റെ ശരീരം വിട്ടുപോകുന്നത് എങ്ങനെയെന്നോ വരും പിറവി ഇനി അടുത്ത പിറവി എനിക്ക് എങ്ങനെയാണ്, എനിക്ക് ഇതിനുള്ളിൽ നിന്ന് അടുത്ത് എനിക്ക് ശരീരം കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് പുനർജന്മമുണ്ടോ, ഈ വക ഒരു അറിവും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി നശിച്ചു പോവാണോ, ഇങ്ങനെയുള്ള ജ്ഞാനമൊന്നും ആർക്കും
ഇല്ല. അത് വളരെയധികം വളരെ കുറച്ചു പേർക്കാണ് ആ ജ്ഞാനമുള്ളൂ. അപ്പൊ ആ ഇല്ലാത്ത ആ മൂഢന്മാർക്ക് ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഈ ജീവൻ ഇവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്, ശരീരത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഇത് പോയാൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയൊന്നും അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഭഗവത്ഗീതയും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ച് വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ മഹത്തായ ജ്ഞാനം ഇതിനാവശ്യം. വെറുതെ അങ്ങനെ നമുക്ക് അത് വശത്താവൂല. ഇത്രയും കാലങ്ങൾ നമ്മൾ ജീവിച്ചു. ഇപ്പോഴും 3-4 കൊല്ലം 3-5 കൊല്ലം കൊണ്ടാണ് ഇത്രയും ജ്ഞാനം ഇതിനെപ്പറ്റി ഒരു ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ എന്റെ കാര്യം തന്നെ പറയും, ഈ ക്ലാസ്സിൽ വന്നോടുകൂടിയാണ് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും പക്ഷെ ഇത് വന്നോടുകൂടി മനസ്സിലായി ഇത്രമാത്രം ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ജീവന് ഇങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ തന്റെ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് തന്റെ അടുത്ത ജന്മം എന്നുള്ള ജ്ഞാനമൊക്കെ നമുക്കൊരു ഗുരുവിനെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുമ്പോഴാണ് ഈ ജ്ഞാനം മനസ്സിലാവുള്ളൂ. അങ്ങനെ ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഈ അറിവ് കൊണ്ട് നമുക്ക് നമ്മുടെ അകക്കണ്ണ് തുറക്കുക. അതാണ് ജ്ഞാന ചക്ഷുഷ. ആ ജ്ഞാനത്തിന്റെ കണ്ണുകൾ തുറക്കുക. നമ്മൾ മുമ്പൊരു ചക്ഷുഷ പറഞ്ഞല്ലോ, അത് ദിവ്യമായ ചക്ഷുഷ. അർജുനന് വിശ്വരൂപം കാണാൻ ദിവ്യമായ, ഭൗതിക ലോകത്ത് നിന്ന് ആ ഭഗവാനെ കാണാൻ സാധിക്കില്ല. അപ്പൊ ദിവ്യമായ ചക്ഷുഷ അവിടെ കൊടുത്തു. ഇവിടെ ജ്ഞാനത്തിന്റെ ചക്ഷുഷാണ്. ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ അകക്കണ്ണ് തുറക്കുക. ആ അകക്കണ്ണ് തുറന്നാലേ ഇതൊക്കെ ഈ രീതിയിലാണ് സത്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇതിന് ഈ ഇടയിൽ പോയി പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ തുടക്കം അറിയാത്തത് കൊണ്ട് അവരിത് വിശ്വസിക്കില്ല. അവർ പറഞ്ഞാൽ സമ്മതിച്ചു തരികയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പൊ തുടക്കം ആ ഒരു ഗുരുവിൽ നിന്നും ആ ഗുരുമുഖത്തിൽ നിന്നും മനസ്സിലാക്കിയാൽ തന്നെ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ബോധ്യമാവുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ പോലുള്ള ഇപ്പൊ ഇങ്ങനെ വന്നുപെട്ട് ഇതിൽ പഠിച്ച് വന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സാധിക്കുന്നുണ്ട്. ഒട്ടും ജ്ഞാനമില്ലാത്തവരെയാണ് ഇവിടെ ഈ മൂഢന്മാർ എന്ന് പറയുന്നത്. ഇതെല്ലാം കണ്ടറിയാൻ ശീലിച്ചവർ ഭാഗ്യവാൻ, മനസ്സിലാക്കിയവരെ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഓരോ ജീവനും പ്രത്യേക ചില പരിസ്ഥിതികളിൽ ഓരോ പല രീതികൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ദേഹം നശിച്ചു പോകുന്നത്. ചിലപ്പോൾ ചില പരിസ്ഥിതിയിൽ ജീവിക്കാനും ചില പരിസ്ഥിതിയിൽ നമുക്ക് മരണം സംഭവിക്കാൻ അല്ലെങ്കിൽ ദേഹം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ചില പരിസ്ഥിതിയിൽ ചിലപ്പോൾ ആൾക്കാർ സുഖിക്കും. അപ്പൊ ഓരോരുത്തർക്കും ബഹുജനം പലവിധം എന്ന് പറഞ്ഞാൽ പലവർക്കും പല രീതിയിലാണ് അനുഭവങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ. എല്ലാവരുടെ ഓരോരുത്തരുടെ ഗുണം വ്യത്യസ്തമായതുകൊണ്ട് ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഓരോരോ ശൈലികളിൽ അല്ലെങ്കിൽ ഓരോരോ പരിതസ്ഥിതികളിൽ അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ ആ പരിതസ്ഥിതികൾ അപ്പൊ അങ്ങനെ സുഖിക്കണം. അതിന്റെ ഫലം എന്താണ്? ഇന്ദ്രിയ ഭോഗം. അതായത് ഈ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മൾ പെട്ട് ഇവിടെ തന്നെ നാനാവിധ സുഖ ദുഃഖങ്ങളിൽ പെട്ട് ആ സുഖങ്ങളിൽ അനുഭവിക്കുന്നതോടുകൂടി ക്ലേശങ്ങളും കാമലോഭങ്ങൾ കടിമപ്പെട്ട് തങ്ങളുടെ ശരീരങ്ങൾ മാറുന്നു എന്നതോ അവർ പ്രത്യേക ശരീരം ജീവിക്കുന്നു എന്നൊന്നും അറിയാണ്ട് ഇവിടെ സുഖിച്ച് ഇവിടെ മരിക്കുക, അല്ലാണ്ട് അതിനപ്പുറം എന്താണെന്ന് ചിന്തയില്ലാണ്ട് തൻ്റെ കർമ്മ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. അതിൻ്റെ ശരിയായ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മ മേഖലയിൽ പെട്ട് നമ്മൾ തൻ്റെ ജീവിതം ഇവിടെ ഹോമിച്ചു കളയുന്നത്. അത് ആ സുഖദുഃഖങ്ങളൊക്കെ ഇതാണ് സുഖം, ഇതാണ് തനിക്ക് ഇവിടെയാണ് സുഖം എന്നുള്ള പരമമായ ആനന്ദം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ഭൗതികതയിൽ പെട്ട് അവർ ഇവിടെ തന്നെ വീണ്ടും ജനപ്രതികൾ പെടണം. അപ്പോ ഈ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ഇത്. ഈ ജ്ഞാനം വളർത്തിയെടുക്കാതെ നമുക്ക് ഈ വക കാര്യങ്ങള് എന്താ പറയാ ആത്മാവും ശരീരവും പരമാത്മാവും ജീവാത്മാവും എന്നുള്ള ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അത് മനസ്സിലാക്കിയാൽ തന്നെയാണ് നമുക്ക് ഈ വക രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുള്ളൂ. അതിന് ഗുരുവിന്റെ ഒരു കാരുണ്യം വേണം, അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്തുനിന്ന് നമുക്കത് അഭ്യസിച്ചാൽ മാത്രമേ സാധ്യമുള്ളൂ. ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്കാകട്ടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവെന്നും അത് ശരീരങ്ങൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുമെന്നും പലതരത്തിൽ ആസ്വദിക്കുന്നതും കണ്ടറിയാം. അപ്പോൾ അത് ജ്ഞാനം മനസ്സിലായാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞത് കൂട്ടത്തിൽ ഈ കർമ്മങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടാണ് പൂർവ്വകർമ്മങ്ങൾ കൊണ്ടാണ് തനിക്ക് ഈ ശരീരം കിട്ടിയതെന്നും ഇനി വരാൻ പോണ ശരീരം തൻ്റെ ഈ ജന്മത്തെ കർമ്മങ്ങൾ കൊണ്ടാണ് അങ്ങനെ കിട്ടാൻ പോണെന്നും എന്ന് നമുക്ക് ഈ ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതരത്തിൽ ആസ്വദിക്കുന്നുവെന്നും കണ്ടറിയാം. അപ്പൊ അവര് ഓരോരോ ശരീരം മാറി എടുത്തുകൊണ്ടിരിക്കുമെന്നും പലതരത്തിൽ ആസ്വദിക്കുന്നു കണ്ടറിയാം. ബദ്ധമായ ജീവാസക്തിക്ക് ഭൗതികമായ അസ്തിത്വങ്ങൾ എത്രമാത്രം ക്ലേശം അനുഭവിക്കുന്നു അത്തരം ഒരു ജാനിക്ക് അറിയാം. അപ്പോൾ ഈ ബദ്ധമായ ജീവാത്മാവ് ഇങ്ങനെ വീണ്ടും
ഇവിടെ ഈ ഭൗതിക ശരീരം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് ക്ലേശങ്ങളാണ്, അത് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നുള്ളത് ഒരു ജ്ഞാനിയായാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതികമായ വിഷയങ്ങളിൽ ഏർപ്പെടാതെ തീർച്ചയായിട്ടും അതീന്ദ്രിയമായ ആ ഭഗവാന്റെ കൃഷ്ണാബോധം വളർത്തി ഭഗവാന്റെ കൃപയിലേക്ക് ഭഗവാനെ എന്താ പറയുക ശരണാഭക്തി പ്രാപിക്കുന്ന ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് അതിൽ നിന്ന് രക്ഷപ്പെടും, ഈ ഭൗതികത്തിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അത് ആവാത്തോടത്തോളം കാലം ഈ ഭൗതികത്തിൽ കിടന്ന് ഇവിടെ തന്നെ കിടന്ന് ആൾക്ക് ജനിവൃതികളൊക്കെ പെട്ട് കഷ്ടപ്പെട്ട് കാമ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതായിട്ട് വരും. ആ ജ്ഞാനം കിട്ടാതെ വന്നാൽ, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവര് ഈ ഭൗതികത്തിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ എല്ലാവർക്കും അതേ ജ്ഞാനം കിട്ടിയാലേ തന്നെ ഈ ഭൗതികത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആധ്യാത്മികയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ജ്ഞാനം ആർജിക്കാനാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ഗുരുവിനെ സമീപിക്കുക, സംഘടനകളുമായി ബന്ധപ്പെടുക. അപ്പൊ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ആ സത്സംഗങ്ങൾ കൂടിയൊക്കെ നമുക്ക് ഈ ഭക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. കൃഷ്ണാബോധം പൂർണ്ണമായി വികസിപ്പിച്ചവർ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു. ഇപ്പൊ അതാണ് ഈ സംഘടന ചെയ്യുന്ന ഉദ്ദേശം. അത് തന്നെയാണ് ഭഗവത്ഗീത വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീത എല്ലാവരിലേക്കും എത്തണം, ഭഗവാന്റെ വാണി എല്ലാവർക്കും എത്തണം. ആ നിബന്ധനയിൽ കൂടി പോയാൽ മാത്രമേ നമുക്ക് അടുത്ത പടിയിലേക്ക്, അതായത് ഭഗവത്ഗീതയാണ് ആ സ്റ്റാർട്ടിങ് പോയിന്റ്. അവിടുന്ന് പിന്നെ നമുക്ക് ഭാഗവതത്തിലേക്ക് ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ഭാഗവതം പഠിക്കാം. അതിന് അപ്പുറമാണ് നമുക്ക് ഇപ്പൊ ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നത്. അത് അതീവ രഹസ്യമായ ആ ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിലേക്ക് എത്താം. അപ്പൊ ആദ്യം പടിയായ ഭഗവത്ഗീതയിലേക്ക് എത്തിയാൽ നമുക്ക് ഈ ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കും. കെട്ടുപാടിൽ നിന്ന് ബദ്ധതയിൽ നിന്ന് നമുക്ക് ആ ഭഗവാന്റെ ബദ്ധാത്മാവായി ഇരിക്കുന്നതിൽ നമുക്ക് വിടുതൽ കെട്ടി നമുക്ക് ആധ്യാത്മികയിലേക്ക് വീരാൻ സാധിക്കണമെങ്കിൽ ഈ ഭഗവത്ഗീത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സംഘടനകളെ സഹകരിച്ച് പോവുക. അത് ആർക്കാണോ അത് ജ്ഞാനം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരെ കൂടി നമുക്ക് ഇത് പ്രചരിപ്പിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാ ബദ്ധാത്മാക്കളെയും ഭൗതികതയിൽ നിന്ന് ഉയർത്താനുള്ള ഒരു ശ്രമം നമുക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ ശ്രമിക്കുന്ന സംഘടനകൾ ഉണ്ട്. അത് സാമാന്യ ജനങ്ങൾക്ക്, അറിവില്ലാത്തവർക്ക് അത് പകർന്നു കൊടുക്കുന്നു. എത്ര ക്ലേശകരമാണ് ഈ ബദ്ധമായ ജീവിതം. ജനങ്ങൾ അത് ഉപേക്ഷിച്ച് പോകുന്ന കൃഷ്ണാബോധം വളർത്തിയും ആധ്യാത്മിക ലോകം പോകാൻ വേണ്ടി സ്വയം മുക്തനാവണം. അപ്പൊ ഈ ഭൗതികതയില് അത് എവിടെയും ഇവിടെ ബുദ്ധിമുട്ടെന്ന് ആൾക്കാർക്ക് തോന്നാം. പക്ഷെ വളരെയധികം ജനനാണെങ്കിലും മരണമാണെങ്കിലും വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് വരുന്നത്. ഒരു അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗവതത്തിലൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് എത്രയും പെട്ടെന്ന് പിറവി പിറക്കുന്ന സമയത്തുള്ള വേദനകളും അതുപോലെ തന്നെയാണ് മരണസമയത്തുള്ള വേദനയും. ഇതൊക്കെ ക്ലേശങ്ങളായിട്ട് നമുക്ക് സ്വയം അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അത് നമ്മൾക്ക് ഇപ്പോ മറവി കൊണ്ട്, അത് ഈ ഭൗതിക ലോകത്തിൽ വന്ന ആ മായയിൽ പെട്ടത് കൊണ്ട് നമുക്ക് മറന്നുപോയി, ഭഗവാനെ നമ്മൾ മറന്നുപോയി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മറന്നു. ഇനി ആൾക്കാർ ചോദിക്കുന്നത് എന്താ, ഇനി അടുത്ത ജന്മം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോന്ന് നമ്മൾ അറിയുന്നില്ലെന്ന്. പക്ഷെ ഉള്ളിലിരിക്കുന്ന ആ ഞാൻ അറിയുന്നുണ്ട്. നമ്മുടെ ശരീരമാണ് അറിയാത്തത്, ആ ഞാൻ അറിയുന്നുണ്ട്. അത് ബോധ്യമാവണം. ആ ജ്ഞാനം വളരുമ്പോഴാണ് നമ്മൾ ഈ ഭഗവാന്റെ ശരണാഗതിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ഭഗവാന്റെ ശരണാഗതിയിലേക്ക് എത്തുക, ഇത് മനസ്സിലാക്കുക. ഈ തത്വങ്ങളൊക്കെ ഭഗവത്ഗീതയിലെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി അതീന്ദ്രിയത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. 11 ശ്ലോകത്തിൽ യദന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മാന്യവസ്ഥിതം യദന്തോ അഭികൃതാത്മാനോ നയനം പശ്യന്തി ചേതസ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നത് കാണാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ ഈ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞവർക്ക്, അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും പിന്നെയും യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മസാക്ഷാത്കാരമായി, എനിക്ക് എല്ലാം നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ കണ്ടു, ഇനിയിപ്പോ എന്തിനാ ഞാൻ ചെയ്യണേ എന്നല്ല, അവർ വീണ്ടും വീണ്ടും യത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. അതാണ് മഹാജനന്മാരെ പറ്റി നമുക്കറിയാലോ. അവര് നമ്മൾക്ക് അവർക്ക് ഇതിന്റെ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാണ്. പക്ഷെ അവര് നമ്മൾക്ക് വേണ്ടിയിട്ട് വരും തലമുറകളെ അല്ലെങ്കിൽ വരും പരമ്പരകളെ നമുക്ക് ആ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും പ്രയത്നിക്കുകയാണ്. അപ്പൊ അതുപോലെയാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ചു ഉള്ളവര് വീണ്ടും വീണ്ടും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ സാക്ഷാത്കാരം അവര് ഭഗവാനുമായി അതിൽ ഞങ്ങൾ ലയിച്ചു, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ചേർന്ന് കഴിഞ്ഞു, ഇനി ഭക്തിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി ഭക്തിയുടെ ആവശ്യമില്ല, അവർ വ്യക്തിഗതമായ ഇതിലല്ലോ അവ്യക്തതയിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ പിന്നെ അതിനപ്പുറം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക്
അത് അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ട്. പക്ഷെ അതല്ല, അതിനും അപ്പുറം കടന്ന് ഇനിയും യത്നിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയും വന്നിരിക്കുന്ന പതിതാത്മാക്കളെയൊക്കെ എല്ലാം ആ തലത്തിലേക്ക്, അതീന്ദ്രിയ തലത്തിലേക്ക്, ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നം അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് സാക്ഷാത്കാരം ലഭിച്ചവർ, ശരിയായി സാക്ഷാത്കാരം ലഭിച്ചവർ അങ്ങനെ ചെയ്യും. ആ ജ്ഞാനമായ കണ്ണുകൾ, കണ്ണുകൾ തുറന്നവർക്ക്, ജ്ഞാനം കൊണ്ടുള്ള കണ്ണുകൾ, അകക്കണ്ണ് തുറന്നവർക്ക് അവരത് നിരന്തരം, അവർക്ക് പിന്നെ എന്താ പറയാ, അത് പൂർണ്ണമായും ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവര് ശരണാഗതിയാണല്ലോ. ഭഗവാനെ പൂർണ്ണമായും ബോധ്യം കഴിഞ്ഞാൽ പിന്നെ അതില് അവർക്ക് പിന്നെ വേറെ ചിന്തിക്കാനില്ല. അപ്പൊ കൃഷ്ണന്റെ ഒരു കഥ പറയും. കൃഷ്ണനെ കാണാൻ ഒരു കള്ളൻ, ആ കള്ളൻ കൃഷ്ണ കഥകൾ കേട്ട് കക്കാൻ വന്നതാ, അമ്പലത്തിൽ കക്കാൻ വന്നതാ. പക്ഷെ കൃഷ്ണ കഥകൾ കേട്ട് ഇത് ആരപ്പാ, ഇയാളൊന്ന് കാണണല്ലോ എന്നുള്ള ഭാവമായി. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞിരിക്കുന്ന ആചാര്യന്റെ അടുത്ത് ചോദിക്കും, ഇത് ആരാണ് ഇന്ന ആളെന്ന്. അപ്പൊ ഇന്ന ദിക്കിലാണ് ആള്, പോയി കണ്ടോളാൻ പറയും. അങ്ങനെ എന്താ പേര്? കൃഷ്ണൻ. എന്നാ ശരി, കൃഷ്ണ 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 എന്ന് വിളിച്ചിട്ട് മറക്കാതിരിക്കാനാ. ഒരു മാസത്തോളം കാലം അവർ നടന്നെത്തി ഇവിടുന്ന് എത്തണം, ദ്വാരകയിൽ അപ്പൊ അങ്ങനെ കുറെ കാലങ്ങൾ നടന്ന് കൃഷ്ണ 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 എന്ന് പറഞ്ഞ നാമം ജപിച്ച് നാമം ജപിക്കില്ല, ആള് കൃഷ്ണന്റെ പേര് മറക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ കൃഷ്ണന്റെ അടുത്തെത്തി അവിടെ നിന്നപ്പോ ഭഗവാൻ തന്നെ അടുത്ത് വന്നിട്ട് ഭഗവാന്റെ ആഭരണങ്ങളും ഇതുകളും കക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളൻ പോണത്. കഥയിൽ കേട്ടു ഭഗവാന്റെ സൂര്യസ്പർദ്ധി കിരീടം എന്നൊക്കെ പറഞ്ഞ ആ വർണ്ണന കേട്ടപ്പോ ഇതൊക്കെ കക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷെ അവിടെ എത്തിയപ്പോ ഭഗവാൻ തന്നെ ഈ ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട്, ഈ കിരീടം ഒന്ന് പിടിക്കുമോ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്തു അത്രേ. അപ്പൊ ആ കയ്യിൽ കൊടുത്ത കിരീടം എനിക്ക് വേണ്ട, എനിക്ക് ഭഗവാന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആ ഭഗവാനിലേക്ക് നമ്മൾ എത്രമാത്രം ഭഗവാന് ആ നാമം ചെല്ലാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിപ്പോരും. അപ്പൊ അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് പിന്നെ വേറെ ഒന്നിലേക്കും അവർക്ക് ആസക്തി ഉണ്ടാവില്ല. ആനന്ദം അവിടെ അവർ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവര് ആ ഭഗവാനെ വീണ്ടും 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 എന്താ പറയുക, സേവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നത് കാണാൻ കഴിയില്ല. അതിന് കുറെ ആൾക്കാര് ഇപ്പൊ ആ 7-ാം ശ്ലോകത്തില് 7-ാം അധ്യായത്തില് 3-ാം ശ്ലോകത്തിൽ പറയുന്നത്, മനുഷ്യാണം സഹസ്രേഷു കശ്ചിത് സിദ്ധി. ഇത് കിട്ടാൻ വേണ്ടി ആയിരങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും അതിലേക്ക് എത്തണമെന്നില്ല. അപ്പൊ അങ്ങനെ പരിശ്രമിക്കുന്ന ആൾക്കാർ ഉണ്ട്. പിന്നെ അതല്ല, ഞാൻ ഭക്തനാണ് എന്നൊരു നാട്യത്തിൽ നടക്കുന്ന ആൾക്കാർ, ഒരു കുറച്ച് സപ്താഹങ്ങളൊക്കെ അല്ലെങ്കിൽ നടത്തി, അല്ലെങ്കിൽ കുറച്ച് കഥകളൊക്കെ കേട്ടു, എന്നാൽ ഞാനും ആ ഭക്തനാണ് അങ്ങനെയുള്ള ഭാഗത്തിൽ അങ്ങനെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും എത്ര ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവില്ല, ആ തലത്തിലേക്ക് എത്താനും സാധിക്കില്ല. അപ്പൊ ആധ്യാത്മികമായ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന അതീന്ദ്രിയവാദികൾ അനേകമുണ്ട്. അതാണ് പറഞ്ഞത്, മനുഷ്യാണം സഹസ്രേഷു കശ്ചിത് സിദ്ധിയെ. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ 1-ഓ 2-ഓ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത ഒരാൾക്കും ജീവാത്മാവിന് ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ, അപ്പൊ അത് അവർക്ക് ജീവാത്മാവിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ആ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു, ആത്മാവിന് എന്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അവർക്ക് ആ കഴിവില്ല, ആ ജ്ഞാനം അവർക്ക് ആർജിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ യോഗിന എന്ന പദത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികൾ എന്ന് പറയുന്നവർ പലരുണ്ട്, പലതരത്തിലുള്ള യോഗിമാരുണ്ട്. പല യോഗം ഇതൊക്കെ ഇതില് എന്താ പറയുക, സാങ്ക്യ, നമ്മള് ധ്യാനയോഗം, അങ്ങനെ കുറച്ച് ഭഗവത്ഗീതയിലെ 1 തൊട്ട് 6 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോ യോഗങ്ങള്, ജ്ഞാനയോഗം, ധ്യാനയോഗം, അങ്ങനെ കർമ്മയോഗം, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു അല്ലേ, നമ്മൾ അവിടുന്ന് ഇവിടേക്ക് എത്തി. അപ്പൊ ആ പല പല ചര്യകളിൽ കൂടി നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ആതീന്ദ്രിയ തലത്തിലേക്ക് ആൾക്കാർക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഭക്തിയോഗത്തിൽ കൂടിയല്ലാതെ ഭഗവാനെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തിയോഗത്തിൽ കൂടി മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ യോഗിന എന്ന പദത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികൾ എന്ന് പറയുന്നവർ പലരുണ്ട്. യോഗികളുടേതെന്ന് അറിയപ്പെടുന്ന സംഘടനകൾ, പല പല രീതിയിൽ പല യോഗ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, പല തരത്തിലും എന്താ പറയാ, യോഗമുറകളൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അവര് ആ മനസ്സിനെ ഏകാഗ്രതയോട് നിലനിർത്തി ആ ഉള്ളിലെ ചൈതന്യം നിലനിന്ന് കാണാനൊക്കെ ശ്രമിക്കുന്ന പല സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ ഈ യോഗികളും യോഗ സംഘടനകളും രണ്ടു കൂട്ടർക്കും ശരിക്കും അവർ അന്ധതയിൽ തന്നെയാണ്. അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഭക്തിയോഗത്തിൽ കൂടിയല്ല, അവർ ആ യോഗ മുറകളിൽ കൂടിയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്താ പറയാ, 18-ാം അധ്യായത്തിലെ
മനസ്സിലാക്കണേ ഭജതി അങ്ങനെ ഭക്തിപൂർവ്വം എന്നെ ഭജിക്കുന്നവർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് വെറും യോഗമുറകളിൽ കൂടി മാത്രം ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരൊക്കെ അന്ധതയിൽ തന്നെയാണ് എന്നാണ് ഈ യോഗിന എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അത് യോഗികളും ആ യോഗ സംഘടനകൾ നടത്തുന്നവരും അവർ അന്ധതയിലാണെന്ന്. ചില കായിക വ്യായാമങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന ഇവർക്ക് ദേഹദാർഢ്യവും ആരോഗ്യവും ഉണ്ട്. അപ്പൊ ഈ യോഗമുറകൾ കൂടി നമുക്ക് നല്ല ശാരീരികമായ വടിവൊത്ത ശരീരം അല്ലെങ്കിൽ നല്ല ബോഡി ഒക്കെ ആക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ മാനസികമായിട്ടും അവർ പറയുന്നു നമ്മൾ മെഡിറ്റേഷൻ കൂടി നമുക്ക് നല്ല ഏകാഗ്രത കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇതിൽ കൂടിയൊന്നെല്ലാം ഭഗവാനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ആ കൂടി മാത്രം, അതായത് ശരണാഗതിയിൽ കൂടി മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയില്ല. അങ്ങനെ ഇത് യതെന്തോ അഭികൃതാത്മന, അത് അവരെ കുറിച്ചാണ് അവർക്ക് ഈ യതെന്തോ അകൃതാത്മന എന്ന് പറയുന്നത് ഇവരെ കുറിച്ചുള്ള പ്രത്യക്ഷമായ ഉദാഹരണം ഇവരെ കുറിച്ചാണ് പറയുന്നത്. ആരെ? ഈ കായിക മുറകളിൽ കൂടി ശരീരത്തിനെ മൂടി പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ അവയവങ്ങളെ അല്ലെങ്കിൽ ശാരീരിക വടിവത്ത ശരീരങ്ങളാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ യോഗമുറകൾ ആചരിക്കുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. യതെന്തോ അഭികൃതാത്മാന, അവർക്ക് അതിനെ പറ്റിയിട്ട് എന്താ പറയാ, എത്ര യത്നിച്ചാലും മനസ്സിലാവില്ല. അവര് ആ മുറകളിൽ കൂടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ അതീന്ദ്രിയ തലത്തിലേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട്, ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് എത്ര ശ്രമിച്ചാലും അവർക്ക് ആ സാക്ഷാത്കാരം കിട്ടില്ല, അവർക്ക് ആ ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കില്ല. അവര് ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. അതായത് അവർക്ക് ആ യോഗമുറകളിൽ മാത്രം അവർക്ക് ശീലിച്ച് നിൽക്കാനേ സാധിക്കുള്ളൂ. ആ ഭഗവാന്റെ അതീന്ദ്രിയ തലത്തിലേക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള കഴിവിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. യോഗ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത അങ്ങനെ ആ പദ്ധതി അനുസരിച്ച് അവർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ആത്മസാക്ഷാത്കാരം അവർക്ക് കിട്ടാൻ വളരെ കഷ്ടപ്പാടാണ്. അവർക്ക് അത് കിട്ടാൻ ന്യായമില്ല എന്ന് പറയുന്നത്. അത് കിട്ടില്ല. അത്രയും അവര് മുറകളിലാണ് അവര് മനസ്സിനെ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഭക്തിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇത്തരക്കാർക്ക് ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് അപ്പൊ അവർക്ക് ഇനി ഈ ദേഹം വിട്ടുപോയാൽ പുതിയൊരു ശരീരം കിട്ടുമോ, അല്ലെങ്കിൽ ആ ജീവന് എന്ത് സംഭവിക്കുന്നു, ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആ ജ്ഞാനം അവരിൽ വളരാത്തതുകൊണ്ട് അവര് ഈ അഭ്യാസത്തിൽ മാത്രം ഈ അഭ്യാസത്തിലാണ് അവര് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഉള്ളിരിക്കുന്ന ചൈതന്യത്തിന് അല്ലെങ്കിൽ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു, അതെവിടെ പോകുന്നു, അങ്ങനെയുള്ള ആ പഠനം അല്ലെങ്കിൽ ആ പിന്നെയുള്ള ജ്ഞാനം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അഭികൃതാത്മന ഏതെന്തോ അഭികൃതാത്മന എന്നുള്ള വാക്കുകൊണ്ടോട് സൂചിപ്പിക്കുന്നത്. ഏർപ്പെട്ട് എങ്ങനെയാണ് ശരിയായ യോഗചര്യ, എന്താ ഭക്തിയോഗം പോലെ യോഗചര്യയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പരമപുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലല്ലേ, ആ ആത്മാവ് എന്താണ്, പ്രപഞ്ചം എന്താണ്, ശരീരം എന്താണ് അല്ലെ. നമ്മൾ രണ്ട് ക്ഷേത്രജ്ഞന്മാരെയൊക്കെ പഠിച്ചു. ഇതൊക്കെ മനസ്സിലായി. പരമപുരുഷൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഭക്തിയോഗി, അവരെയാണ് ഭക്തിയോഗികൾ. ആ ഭക്തിയോഗികൾക്ക്, അതായത് കൃഷ്ണാബോധത്തോടെയുള്ള വിശുദ്ധ ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയവർക്ക് മാത്രമേ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ നമ്മള് പഠിച്ചു വിഷയങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് എന്താണെന്നും ശരീരം എന്താണെന്നും പ്രപഞ്ചം എന്താണെന്നും അല്ലെ, പ്രകൃതി, ഭൗതിക പ്രകൃതി, ഭഗവാന്റെ ശക്തികൾ ഏതൊക്കെയാണ്, ഭൗതിക പ്രകൃതി വന്നപ്പെട്ട ശക്തികൾ ഏതാണ്, അതൊക്കെ മനസ്സിലാക്കുക. പരമപുരുഷൻ ആരാണ്, ബ്രഹ്മൻ, പരമാത്മൻ, ഭഗവാൻ എന്നുള്ള 3 തലങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പടിപടിയായിട്ടുള്ള പഠനത്തിൽ കൂടി മാത്രം ഭക്തിയോഗി, അങ്ങനെയുള്ള ഭക്തിയോഗികൾക്ക്, അത് അങ്ങനെ പഠിക്കുമ്പോഴാണ് ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഭക്തിയോഗികൾക്ക്, അതായത് കൃഷ്ണാബോധം ഉദിച്ചവർക്ക്, ആ കൃഷ്ണൻ ആണ് ആ പരമ ദിവ്യോത്തമ പുരുഷൻ, എല്ലാ ദേവീ ദേവന്മാർക്കും മുകളിലുള്ള ആദിയും അന്തവും ഇല്ലാത്ത ആ ഭഗവാനാണ് എന്ന് ആ പരമപുരുഷനെ മനസ്സിലാക്കുന്നവർക്ക്, അങ്ങനെയുള്ള വിശുദ്ധ ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ എന്താണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ജീവാത്മാക്കൾക്ക് സംഭവിക്കുന്നത്, ജീവാത്മാക്കൾക്ക് എന്താണ്, എങ്ങനെയാണ് അവർ തിരിച്ചു പോകേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രമേ മനസ്സിലാക്കുള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനം ആർജിച്ചവർക്ക് മാത്രമേ അതീന്ദ്രിയ തലത്തിൽ എത്താൻ സാധിക്കുള്ളൂ എന്ന് കൂടി ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോൾ
ഏത് തരത്തിലുള്ള യോഗമുറകളിലായാലും ഭക്തിയോഗത്തിൽ കൂടിയല്ലാതെ ഏത് തരത്തിൽ നമ്മൾ പല യോഗമുറകളെ കുറിച്ചും അറിയാലോ, ധ്യാനയോഗം, കർമ്മയോഗം, അങ്ങനെ യോഗങ്ങളുണ്ട്, സാങ്കേതിക പല യോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പഠിച്ചാലും ഭക്തിയോഗത്തിൽ കൂടി അല്ലാതെ പരമപുരുഷനെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണെങ്കിൽ ഭഗവാന്റെ കാരുണ്യാണ് നമുക്ക് സാധിക്കില്ല. ഇനി വേണ്ടത് എന്താ? പൂർണ്ണമായ, അപ്പൊ അതിന് വേണ്ടത് പൂർണ്ണമായ ശരണാഗതി. ഭഗവാനെ പൂർണ്ണമായ ശരണാഗതിയിൽ ഏർപ്പെട്ടവർക്ക് അങ്ങനെ തന്റെ എല്ലാം തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ട് ഭഗവാനാണ് ഇതിന്റെ എല്ലാത്തിനും ഹേതു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഭക്തൻ തീർച്ചയായും അതീന്ദ്രിയ തലത്തിലെത്തും. ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഭഗവാനെ സറണ്ടർ ചെയ്ത് മാത്രമാണ് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. നമ്മൾ എല്ലാവരുടെയും അവബോധം ശുദ്ധമാക്കി ഭഗവാനിലേക്ക് എത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും. പിന്നെ നമ്മൾ തന്നെയല്ല പതിതരായ നമ്മൾ വിചാരിക്കും നമ്മളുടെ കാര്യം മാത്രം, അങ്ങനെയല്ല. പതിതരായ ഒരുപാട് ജനങ്ങളുണ്ട്. അതിൽ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. പതിതരായ ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജീവാത്മാക്കളെ ഒക്കെ ഭഗവത് ഭക്തിയിലേക്ക് എത്തിക്കാൻ നമ്മൾക്കും അതിനെ കൂട്ടി നിൽക്കാം. നമുക്ക് അറിയുന്ന അറിവുകൾ ഓരോ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഭഗവത്ഗീത പ്രചരിപ്പിക്കുക, ഭഗവാനിലെ ആ വാണി എല്ലാവരിലേക്കും എത്തട്ടെ. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നന്നായിണ്ടായിരുന്നു കേട്ടോ. നന്നായിരുന്നു. എല്ലാ ദിവസവും നന്നാവാറുണ്ട്, പറയേണ്ട കാര്യമില്ല. ഭഗവാന്റെ കൃപ നമുക്കൊന്നും പറയണ മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇന്ദ്രിയങ്ങളെ വഹിച്ചുകൊണ്ട് ജീവാത്മാവ് പുതിയ ശരീരത്തിലേക്ക് കയറുന്നു പറയും. അപ്പൊ നമ്മൾ പൊതുവെയുള്ള നമ്മുടെ ധാരണ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയ വെച്ചാൽ കണ്ണ്, മൂക്ക്, ചെവി, ഇതെല്ലാം ജ്ഞാനേന്ദ്രിയത്തിന്റെ ഭാഗമാകുമ്പോൾ എങ്ങനെയാ അതൊക്കെ എടുത്ത് നമ്മൾ പുതിയ ശരീരത്തിലേക്ക് പോകണം? അപ്പൊ പഴയ ശരീരത്തിന്റെ ഭാഗമല്ലേ ഇതെല്ലാം എന്ന് പെട്ടെന്ന് ചിന്തിക്കാം. സാധാരണ നമുക്ക് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് സട്ടിൽ ബോഡി എടുത്തിട്ടാണ്, സൂക്ഷ്മ ശരീരം എടുത്തിട്ടാണ് ജീവാത്മാവ് പുതിയ ശരീരത്തിൽ പോകുമ്പോൾ. പക്ഷെ എങ്ങനെ ഇന്ദ്രിയങ്ങളും വരുന്നത്? ഇപ്പൊ ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ ഭാഗമല്ലേ, ആ ശരീരത്തിന്റെ ഭാഗം എടുത്താണോ വേറെ ശരീരത്തിൽ പോകുന്നത്? അപ്പൊ അങ്ങനെ പുതിയ ശരീരം എന്ന് പറയാൻ പറ്റും? ചിന്തിക്കാം. പക്ഷെ ഇന്ദ്രിയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിന് ചുറ്റും ഇരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങള്. നമ്മൾ കാണുന്ന ചെവി അല്ലെങ്കിൽ മൂക്കല്ല, ചെവി മൂക്കാണ് ആക്ച്വലി ഫിസിക്കലി ഒരു എന്താ പറയാ ഓർഗനാണ്. അതൊരു ഓർഗനാണ്, ശരീരത്തിന്റെ ഭാഗമാണ്. അതിൽ കൂടെ എല്ലാം ശരിക്കും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന. അതിന്റെ ഉള്ളിലിരിക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള സെൻസസ് ഉണ്ട്. അതാണ് ഈശ്വരത്വമാണ് അധിഷ്ഠായ മനഃഷ്ഠായ. മനസ്സിനെ അധിഷ്ഠാനമാക്കിയിട്ട് മനസ്സിന് ചുറ്റുമായിട്ട് ഈ ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ ഈ സൂക്ഷ്മതലത്തിലുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. ഈ സൂക്ഷ്മതലത്തിലെ സൂക്ഷ്മം, സട്ടിൽ ആൻഡ് ഗ്രൂസ് നമ്മൾ പറയുമ്പോൾ സൂക്ഷ്മം. പിന്നെ മലയാളത്തിൽ എന്താ പറയുന്നത്? ഗ്രൂസിനെ ഈ സ്ഥൂലമായിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുടെ സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്ന ചെവി, മൂക്ക്, ഇതെല്ലാം. അപ്പൊ അത് ആക്ച്വലി അതിൽ കൂടെ ഇല്ല നമ്മൾ ഗ്രഹിക്കുന്ന, ഞാനും ഗ്രഹിക്കുന്നതിൽ കൂടെ ഇല്ല, ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൂടെയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളും എടുത്തുകൊണ്ട് മനസ്സിന് ചുറ്റായിട്ട് നിൽക്കുന്നത്. വീണ്ടും പുതിയ ശരീരത്തിൽ കയറുമ്പോൾ മനസ്സിനെ അധിഷ്ഠാനമാക്കി, മനസ്സിനെ ചുറ്റുമാക്കിയിട്ട് എന്നിട്ട് വീണ്ടും ആസ്വദിക്കുന്നു. ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നത് ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ എടുത്തിട്ട് പുതിയ ശരീരത്തിൽ പോകുന്നു. ഭയങ്കര ഞാൻ മൂട്ടിരിക്കാൻ ചെയ്യും.
പിന്നെ എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആത്മാവിനെല്ലാം മാറ്റം വരുന്നത്, ശരീരത്തിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. ശരീരങ്ങൾ ഇങ്ങനെയാണ് പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗുണം അനുസരിച്ചിട്ട് അതനുസരിച്ച് നമ്മുടെ ഗുണം ശരീരം മാറിക്കൊണ്ടേയിരിക്കും. സത്വഗുണത്തിലുള്ള ആൾക്കാരുടെ ശരീരമാണെങ്കിൽ നമുക്കറിയാം, ഗന്ധർവന്മാര്, ദേവന്മാര് എന്നുള്ള ആൾക്കാരുടെ ആ ശരീരം നമുക്ക് കിട്ടും. അതേ സമയത്ത് തമോ ഗുണത്തിലുള്ള ആൾക്കാണെങ്കിൽ മോശമായ ശരീരങ്ങൾ കിട്ടും. അപ്പോൾ ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു ട്രാൻസ്മൈഗ്രേഷൻ്റെ സയൻസ് പറഞ്ഞ് ട്രാൻസ്മൈഗ്രേഷൻ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സയൻസിന് ട്രാൻസ്മൈഗ്രേഷൻ എന്ന് അവർ പറയാം. അവർ പറയണ ഇവോൾവ് ചെയ്യാൻ പറയാം. ചെടി എന്നുള്ളത് വേറൊരു ഫോമിലേക്ക് വരും, പിന്നെ അത് വേറെ ഫോമിലേക്ക് എത്തുന്നു, അവസാനം ആനിമൽ ആവുന്നു, പിന്നെ അവസാനം കയറി അവസാനം കുരങ്ങനാകുന്നു, കുരങ്ങനാകുന്നു മനുഷ്യനാകുന്നു. പരിണാമ സിദ്ധാന്തം. പക്ഷെ നമ്മൾ പറയാം ട്രാൻസ്മൈഗ്രേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയ്ത കർമ്മ അനുസരിച്ച് നമുക്ക് പല ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അവസാനം നമുക്ക് മനുഷ്യ ശരീരം കിട്ടുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ട്രാൻസ്മൈഗ്രേഷൻ. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ പറ്റാത്തവരൊക്കെയാണ് നമ്മൾ എന്താ പറയുക വിമൂഢ സ്പെഷ്യലായിട്ടുള്ള മൂഢന്മാർ. അതേ സമയത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അവരെ എന്താ പറയുക ജ്ഞാനചക്ഷുഷം വേണം. അപ്പോൾ ഇതെല്ലാം ജ്ഞാനത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം 13ാം അധ്യായത്തിലുള്ള 18ആയിട്ടുള്ള നിങ്ങൾ ജ്ഞാനത്തിന്റെ ആണ്. അപ്പോൾ പ്രകൃതി, ജീവാത്മാവ്, ഭഗവാൻ, ഈ 3 കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. കർമ്മവും വരുന്നുണ്ട്. അപ്പോൾ ജ്ഞാനത്തിന്റെ മാർഗമാണത്, ജ്ഞാനത്തിനെ കുറിച്ച് വിവരണമാണത്. അപ്പോൾ ജ്ഞാനം ശരിക്കും വികസിപ്പിച്ചെടുക്കണം. അതിന് ശിലപ്രബോധനാരി ശാസ്ത്രങ്ങൾ ആവശ്യമാണ്, സ്പിരിച്വൽ മാസ്റ്റർ ആവശ്യമാണ്, സെയിൻസ് ആവശ്യമാണ്. നമ്മൾ 3 കാര്യങ്ങൾ, SSS, സ്ക്രിപ്ചേഴ്സ്, സെയിൻസ് ആൻഡ് സ്പിരിച്വൽ മാസ്റ്റർ. ഈ 3 പേരുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിനെ സെൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ സപ്പോർട്ടിൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ജ്ഞാനം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യോഗി യദന്തോ യോഗനിശ്ചയനം പശ്യന്തി ആത്മന്യവസ്ഥിതം, അവർക്ക് മാത്രമേ ആ ശരീരത്തിൽ ഇരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ യോഗികൾക്ക് മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ളവരെ ശ്രമിച്ചാൽ പോലും ഇവിടെ അടിസ്ഥാനമായിട്ടുള്ള ശ്രമത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പല സ്കൂൾസ് ഉണ്ടാവും. ശിലപ്രബോധ ഇവിടെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. യോഗാഭ്യാസം നടത്തുന്ന ആൾക്കാർ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള മെഡിറ്റേഷൻ, പിന്നെ എക്സസൈസ്, അഷ്ടാംഗയോഗം, അങ്ങനെ കുറെ യോഗ പദ്ധതികൾ വേണമെങ്കിൽ പറയാം. യോഗ പദ്ധതി വേണമെങ്കിൽ ഒരു വിധത്തിൽ യോഗ പദ്ധതി തന്നെയാണത്. പക്ഷെ ആ യോഗ പദ്ധതി എന്നുള്ളത് ഭഗവാനെ ഫോക്കസ് ചെയ്യുന്നില്ല, അതാണ് കാര്യം. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. വേറെ പലതിലും ഫോക്കസ് ചെയ്യും, പക്ഷെ ഭഗവാനെ ഫോക്കസ് ചെയ്യില്ല. ഭഗവാനെ ഫോക്കസ് ചെയ്യാൻ മാത്രമേ ഭക്തിയായിട്ട് വരുള്ളൂ. ആ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഈ കാര്യം മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാം ഭഗവാനിൽ നിന്നാണല്ലോ വന്നേക്കണേ. ജീവാത്മാവ്, പ്രകൃതി, കർമ്മം, കാലം ഇതൊക്കെ വരുന്നത് ഭഗവാനിൽ നിന്നായതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ ഭക്തി മാത്രമേ മാറുള്ളൂ, വേറെ ആകില്ല. അപ്പം അതിൽ കലിയുഗത്തിൽ സ്പെഷ്യലായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രജപം തുടർച്ചയായിട്ട് ആത്മാർത്ഥമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം സകല ആൾക്കാരും ചെയ്യാറുണ്ട്, കുറേ ആൾക്കാർ ചെയ്യും. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കാൻ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി, ഈ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുമ്പോഴേ നമ്മൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു, ഇത്രയും സമയം. ആ സമയത്തിൽ ഇത്ര മാല ചൊല്ലാറുണ്ട് ഞാൻ. അത് സമയം ഇപ്പോ എന്താ പറയാ, കുറച്ച് സമയം കൊണ്ട് നമുക്ക് അത്രയും മാല ചൊല്ലാൻ പറ്റും, അങ്ങനെ പറ്റുമോ?
അത് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അത്രത്തോളം സ്പീഡ് ഉണ്ടാവില്ല, കുറച്ച് തപ്പിത്തടഞ്ഞിട്ടും ആ അങ്ങനെയൊക്കെ തുടക്കം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 ജപിക്കുമ്പോൾ 10 മിനിറ്റ് 12 മിനിറ്റേക്കും എടുക്കും. അതെ, എനിക്ക് അങ്ങനെ ആയിരുന്നു. അതെ. പിന്നെ കുറെ കഴിയുമ്പോൾ ഫ്ലൂവൻറ്റ് കുറേ കൂടി സ്മൂത്ത് ആയി വരുമ്പോൾ 6 മിനിറ്റ്സ് 6.5 മിനിറ്റ്സ്. ഇപ്പോൾ അതെ, ശില അതെ. പ്രഭാത് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റിൽ 3 മാല എന്നാണ് ശില പ്രഭാത് പറഞ്ഞേക്കുന്നത്. ആ അപ്പോൾ അവിടെ അപ്പൊ സ്മൂത്ത് ആവും ചെയ്യും. അതേ സമയത്ത് സ്ഫുടതയും വേണം. അതെ. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഫുടത ഇല്ലാതിരിക്കും. അതിന് സ്ഫുടത വെച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ നമ്മൾ വീഴുന്നു. 16 അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറയണം. അറിയണം. അപ്പോൾ അതിന് നല്ല സ്മൂത്ത് ആയിട്ട് വരുമ്പോൾ ഒരു പറഞ്ഞാൽ 20 മിനിറ്റിൽ 3 മാല ചെയ്യാം. ആ എനിക്ക് അങ്ങനെ വരുന്നു. അപ്പൊ എനിക്ക് പേടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ തെറ്റുണ്ടോ എന്ന് വീണ്ടും ചൊല്ലുക. അപ്പൊ ചോദിക്കുന്നത് ഇല്ല, അത് നമുക്ക് സ്വയം ആലോചിച്ച് നമ്മൾ ശരിക്കും സ്ഫുടമായിട്ട് പറയുന്നുണ്ടോ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ശരിയാ. 16 അക്ഷരങ്ങൾ ശരിക്കും സ്ഫുടമായിട്ട് പറയണം. ചിലപ്പോഴൊക്കെ ഒരു ബ്രെത്തിന്റെ അടിയിൽ ചിലപ്പോൾ പോയി വരും. ഈവൻ ശിലാപ്രഭാതം നോക്കിയറിയാം, നമ്മുടെ ആ ശ്വാസത്തിന്റെ അടിയിലേക്ക് ചിലപ്പോൾ ചില വാക്കുകൾ പോകും. ഹരെ ഹരെ ചിലപ്പോൾ പോയി വരും, ചിലപ്പോൾ മുഴുവൻ ക്ലിയർ അല്ല. എന്നാലും നമുക്ക് ഹരെ ഹരെ ചെയ്യുന്നുണ്ട് നമുക്ക് ബോധം വേണം. അതായത് നമ്മൾ നമുക്ക് അറ്റൻഷൻ തന്നെ വേണം. നല്ല അവിടെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ മിസ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ശ്രദ്ധ പോകുമ്പോഴാണ് നമുക്ക് ഈ അക്ഷരങ്ങൾ ചിലപ്പോൾ പോവാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ചാ പഞ്ചാകൽപതരോപശ്ച കൃപാസിന്ധുമേവ ച പതിതാനാം പാവനേഭ്യോ ആനന്ദകൂടെ ശിലാപ്രഭാതേ. ഹരേ കൃഷ്ണ.